ഇന്ന് നമുക്കിടുന്നത് കൊഴുമീനാട്ടോ. കൊഴുവേനെ നത്തലെന്ന് അങ്ങനെയൊക്കെ പറയാറുണ്ട്. പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം നമുക്കിന്ന് കിട്ടിയത് ഇതാണ്. അപ്പം ഞാൻ കരുതി ഇത് കുറച്ച് വറക്കാം, കുറച്ച് പീര വയ്ക്കാമെന്ന്. അങ്ങനെ അത് വെട്ടി തുടങ്ങാൻ പോവാണ്. ചെറുതാണ്, കുറേ സമയമൊക്കെ എടുക്കും. എൻ്റെ കത്രിക ഇതായിപ്പോയെന്നേ, അതുകൊണ്ട് കുറേ സമയം വേണം. ഫിഷ് കട്ടർ ഉണ്ടല്ലോ, അത് നാശമായിപ്പോയി. എനിക്കുണ്ട് കാന്താരി വരയ്ക്കാം കേട്ടോ. ഇതെല്ലാം ആയി തുടങ്ങുന്നേ ഉള്ളൂ. കാന്താരി ചപ്പൊക്ക കണ്ട ഇത്രയും കിട്ടി. ഇതാ നമ്മൾ തേങ്ങ എടുത്തു. തേങ്ങയിൽ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടു, കാന്താരി, പിന്നെ ചെറിയുള്ളില്ല, അതുകൊണ്ട് ഒരു ചെറിയൊരു പീസ് സബോള എടുത്തിരിക്കുന്നത്. ഇതാ 2 അല്ലി വെളുത്തുള്ളിയുടെ അതെടുത്തു. പിന്നെ കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കണം, അധികം അരയരുത്. ചിലർ ഇതേപടി ഇട്ടാണ് ആക്കുന്നത്, പക്ഷെ അതങ്ങനെ നല്ലത് ഇതാണ്. ചെറുതായിട്ട് ഒരൊറ്റ കറക്കണം. കണ്ടോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കും. ആവശ്യത്തിന് മീനെടുത്തു. ഇതിലേക്ക് നമുക്ക് ഒരു പൊട്ട് മുളക് പൊടി കുറച്ച് മതി, ഒരു കളറിനൊരു ഇച്ചിരി അതിരിക്കട്ടെ. കണ്ടോ, ഈ പീര ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. നമ്മൾ അരച്ച് വെച്ച പീര കണ്ട ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ട, ഇതിനകത്തോട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ച പുളിവെള്ളമില്ലേ, പുളിയുപ്പും കൂടെ തിളപ്പിച്ച് പെട്ടെന്ന് പുളി ഇറങ്ങാൻ വേണ്ടി ചെയ്തതാണ്. അത് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കണ്ടോ, ഒരു മഞ്ഞയോ ഓറഞ്ച് എല്ലാം കൂടി ഒരു കളറ്. ഒരു തുള്ളി വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണത്തിൽ ഒഴിച്ച് കൊടുക്കുവാണേ. ഒരു തുള്ളി മതി. വെന്ത് കഴിഞ്ഞിട്ടാണ് നമുക്കധികം വേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ഇച്ചിരി ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. നമുക്ക് അടുപ്പിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇനി നമുക്കൊരു മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ പീര വെച്ചതുണ്ടോ, വറ്റി അത്രയും വെള്ളം വെച്ചിട്ട് എല്ലാം വറ്റി ശരിക്കും കറക്റ്റിന് വെന്തു. നല്ല വെളിച്ചെണ്ണയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ കറിവേപ്പിലയില്ലേ, അതിൻ്റെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം, നമ്മുടെ കറിവേപ്പില ആയതുകൊണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ കേട്ടോ, കുറച്ച് മതി, ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി റെഡിയാണ്. കണ്ടോ, സൂപ്പർ കറി.